Myth and the treatment of myth in the play The Fire and the Rain. The play within play in the epilogue of The Fire and the Rain is also Karnad's creation. It has been included to emphasize the devastation caused by jealousy and treachery in familial relationship. On the celestial plane, Indra betrays and kills his brother Vishwarupa and humiliates Vrida. On the worldly plane, Pavasu betrays his younger brother Avasu and indicts him of patricide. The Fire and the Rain എന്ന ഈ ഒരു പ്ലേയിലെ വിത്തിൻ പ്ലേ ആയിട്ട് വരുന്നു ഇന്ദ്ര ആ സ്റ്റോറി അല്ലേ. സോ അതിൽ വിത്ത് ജലസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ദ്ര തൻ്റെ ബ്രദറിനെ വിശ്വരൂപ ബ്രദറിനെ കില്ല് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇവിടെ നമ്മുടെ സ്റ്റോറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ ദ വേൾഡ്ലി പ്ലെയിൻ പവാസു ബീട്രോയ്സ് ഹിസ് യങ്ങർ ബ്രദർ. പവാസു എന്ത് ചെയ്യാണ്, യങ്ങർ ബ്രദറിനെ ബീട്രോയ് ചെയ്യാണ്. എന്ത് കുറ്റത്തിന്, പാട്രിസൈഡ്. പാട്രിസൈഡ് മീൻസ് പേഴ്സൺ ഹൂ കിൽസ് ഫാദർ. സ്വന്തം പിതാവിനെ കൊല്ലുന്ന ആ ഒരു വ്യക്തിയെയാണ് പാട്രിസൈഡ് എന്ന് പറയുന്നത്. ആ ഒരു കുറ്റം അർവാസുവിൽ ഏൽപ്പിക്കുന്നുണ്ട്. So the treatment of myth. Girish Karnad structures his plays Yayadi, Hayavadana, Nagamantala and the Fire and the Rain on myths derived from various sources. The plot of the Fire and Rain is based on the myth of Yavikri is chapters 135 to 80 of the Vanapauva of the Mahabharata. Karnad has introduced many changes in the original myth in the Mahabharata in order to create dramatic effectiveness and to reinterpret it in the modern context. The basic framework of the myth has been changed, but the basic nature and atmosphere of the myth remain the same as in the original. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് പോയിൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മഹാഭാരത അതിൽ തന്നെ വനപർവ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു സ്റ്റോറിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ദ ഫയർ ആൻഡ് റെയിനിൽ എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത് ഗിരീഷ് കർണാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിൽ നിന്നും ചേഞ്ചസ് വരുത്തിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഡ്രാമയിൽ ആ സ്റ്റോറി യൂസ് ചെയ്തിട്ടുള്ളത്. The myth of Yavakri in the Fire and the Rain has been interpreted on many planes, Darvadar says. In his elaboration of the myth, Karnad forgoes closer connections between the principal characters, gives them rounded personalities, and inserts an ambiguous intentionality into their actions. Vaishaka's marriage, Pavasu, is not a union of two souls and hearts, but is a means of sexual gratification. സോ ഇവിടെ ക്യാരക്ടേഴ്സിലുള്ള ആ ഒരു അവരുടെ പേഴ്സണാലിറ്റീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിൽ ചേഞ്ചസ്, പേഴ്സണാലിറ്റീസിൽ ചേഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, കർണാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വൈശാഖ ആൻഡ് പവാസു ദർ മാരേജ് എന്ന് പറയുന്നത് നോട്ട് എ യൂണിയൻ ഓഫ് ടു സോൾസ്, രണ്ട് ആത്മാക്കളോ അല്ലെങ്കിൽ രണ്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള മാരേജ് ആയതില്ല. ഇറ്റ് വാസ് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ മഹാഭാരതത്തിലെ ആ ഒരു സ്റ്റോറിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. For a year, their married life was a bliss, but after that happiness receded into background. She says to Yavikri, he used my body and his own body like an experimento, an explorer. Shame died in me, and I yielded. Alone I have become dry like a tender, ready to burst into flames at the breath. So
ഇവിടെ പറയുന്നുണ്ട് യാവിക്രിയോട്. ആര് പറയുന്നുണ്ട്? വൈശാഖ പറയുന്നുണ്ട് തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള പൂവാസു തൻ്റെ ശരീരം ഒരു എക്സ്പെരിമെൻ്ററായിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന് ഈൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. സോ ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് നോട്ട് വിത്ത് ദ ബേസ് ഓഫ് ലവ്. Ready to burst into flames at a breath. When Pavasu goes to act as the chief priest of the fire sacrifice, he leaves her to a guardianship of his father Raibia, a lustful old man who sexually assaults her in his son's long absence. So, ഒരു ചീഫ് പ്രീസ്റ്റ് ആയിട്ട് ഫയർ സാക്രിഫൈസ് ആ ഒരു പ്രോഗ്രാം അല്ലേ, ആ ഒരു യജ്ഞം അതിന് പോകുന്ന സമയത്ത് പൗവാസു തൻ്റെ അച്ഛനെയാണ് വൈശാഖയുടെ ഗാർഡിയൻഷിപ്പ് ഏൽപ്പിക്കുന്നത്. എന്നാൽ അച്ഛൻ എന്ത് ചെയ്യാണ്? സെക്ഷുവലി അസോൾട്ട് ചെയ്യാണ് ആരേനെ? തൻ്റെ മകൻ പൗവാസുവിൻ്റെ വൈഫിനെ തന്നെ. The relationship between father and son, brother and brother, husband and wife is complex. So ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളും ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. ഇവിടെ റൈബിയ പൗവാസു ആണെങ്കിലും ഇപ്പോൾ അതുപോലെ തന്നെ വൈശാഖ പൗവാസു ആണെങ്കിലും അതുപോലെ തന്നെ പൗവാസു അർവാസു അല്ലേ, അവർ രണ്ടുപേരും ആണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഒരു പാട്രിസൈഡ് ചെയ്തതിന് ശേഷം പൗവാസു തൻ്റെ ബ്രദറിലാണ് ആ കുറ്റം എന്ത് ചെയ്യുന്നത്. The myth of Yavikri also exposes the dangers of the misuse of knowledge for realizing personal ambitions and for taking revenge. The misuse of knowledge boomerangs on the evildoer. Yavikri attains knowledge to destroy the happiness and reputation of Raibia and his son Pavasu, he says Vaishyaga. Okay, so ആ ഒരു 10 years ഓഫ് പെനൻസ് എന്ന് അദ്ദേഹം എടുക്കുന്ന ആ ഒരു ബ്ലെസ്സിങ് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ യാവിക്രി യൂസ് ചെയ്യുന്നത്? ആ ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ടാണ് അല്ലേ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. One night in the jungle, Indra came to me and said, "You are ready to now to receive a knowledge, but knowledge involves control of patience, serenity and objectivity." സോ ഇന്ദ്ര എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നുണ്ട് എന്ത് ചെയ്യാണ്? ആ ഒരു അനുഗ്രഹം കിട്ടാൻ പോവുകയാണ്, എന്നാൽ അത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ and shouted back, I shouted back, "No, that's not knowledge. That's not knowledge. That is suicide. I want knowledge, so I be vicious, destructive." സോ അദ്ദേഹത്തിന് റിവെഞ്ചിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. He fornicates Vaishyaga. Raibia too misuses knowledge for taking revenge on Yavikri. He invokes Brahmarakshasa and look alike of Vaishyaga to kill Yavikri. He too misuses his knowledge. Pavasu and prudent person misuses knowledge to kill his father Raibia intentionally. Karnad interprets the myth to emphasize that knowledge without love, compassion, social welfare, understanding and humanity can result in inflated egos, jealousy and destruction. So ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയിലൂടെ കർണാഡ് എംഫസൈസ് ചെയ്യുന്നത് നോളേജ് എന്ന് പറയുന്നത് വിത്തൗട്ട് ലവ്, കമ്പേഷൻ, സോഷ്യൽ വെൽഫെയർ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹ്യൂമനിറ്റി എന്ന് പറയുന്നത് എന്തിലേക്കാണ് ആ ഒരു നോളേജ് ഉപയോഗിച്ചിട്ട് അവർ ഈഗോസ്, ജലസി, ഡിസ്ട്രക്ഷൻ ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? തൻ്റെ നോളേജ് ഓരോരുത്തരും യൂസ് ചെയ്യുക. നോളേജ് എന്നുള്ളത് എങ്ങനെയായിരിക്കണം? വിത്ത് കമ്പേഷൻ, സോഷ്യൽ വെൽഫെയർ, അണ്ടർസ്റ്റാൻഡിങ്, ലവ് ഒക്കെ ആയിരിക്കണം. വിത്തൗട്ട് ദാറ്റ് എങ്ങനെയായിരിക്കും ആ ഒരു നോളേജ് അപ്ലൈ ചെയ്യപ്പെടുക? ഈഗോസ്, ജലസി ആൻഡ്
ഡിസ്ട്രക്ഷൻ എന്നാണ് കർണാഡ് ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നത്.